മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, മാധ്യമ പുരസ്കാരം, ലൈഫ് മിഷൻ പുരസ്കാരം. ഇത്തവണത്തെ മൈക്ക് സാധാരണ കളിക്കുന്ന കളിയാണ്. നേരത്തെ തന്നെ തുടങ്ങിയതാണ്. നമസ്കാരം. ചുവപ്പ് കളറ് കണ്ടു കഴിഞ്ഞാൽ പോത്തുകൾ സാധാരണ വിരളി പിടിച്ച് ഓടുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. എല്ലാ പോത്തുകളും അങ്ങനെയാണോ എന്നറിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ പോത്ത് ചുവപ്പ് കണ്ടാൽ ഓടും എന്നുള്ള കാര്യം പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ചില ആളുകൾക്ക് ചില ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില വസ്തുക്കൾ കണ്ണിൽ കാണുമ്പോൾ അലർജി ആയിരിക്കും, അലോസരമായിരിക്കും, അത് അസഹിഷ്ണുതാപൂർവമായിരിക്കും പെരുമാറുക. പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാൻ സാധാരണ എത്തുമ്പോൾ പ്രസംഗപീഠത്തിലെ മൈക്ക് പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണോ എന്നറിഞ്ഞിട്ടല്ല മൈക്ക് പ്രശ്നമുണ്ടാക്കുക, അത് വളരെ സ്വാഭാവികമായി വന്നുപെടുന്നതാണ്. എല്ലായിടങ്ങളിലും മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്ക് പ്രശ്നമുണ്ടാക്കാറില്ല താനും. എന്നാൽ മൈക്ക് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് വലിയ പ്രശ്നമായി നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന വേദിയിൽ മൈക്ക് ഒന്ന് ഹൗൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്ക് സെറ്റുകാരനെയും മൈക്ക് സെറ്റും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ കുറെ നേരങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ അടുത്ത ദിവസമാണ് ഈ മൈക്ക് സെറ്റുകാരനെയും മൈക്ക് സെറ്റുമെല്ലാം പോലീസ് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ വിടുതൽ ചെയ്യുക എന്നുള്ളതും നാം കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി പ്രസംഗിക്കാനെത്തുമ്പോൾ മൈക്ക് അറിയാതെ പോലും ഹൗൾ ചെയ്തു കഴിഞ്ഞാൽ അന്ന് പിന്നെ മൈക്ക് സെറ്റുകാരൻ്റെ ശനിദിശയാണ്, മൈക്കിൻ്റെയും ശനിദിശയാണ് എന്ന് വേണം പറയാൻ. പലയിടങ്ങളിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ചുവപ്പ് കണ്ടാൽ പോത്ത് വിരളി പിടിച്ചോടും എന്നുള്ള ഒരു കഥ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലയിടങ്ങളിലെ മൈക്ക് ഇങ്ങനെയാണ്, ചുവപ്പ് കണ്ട പോത്തിനെ പോലെയാണ്. മുഖ്യമന്ത്രിയുടെ സ്വരം കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും പല മൈക്കുകളും ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കാറുണ്ട്, പണിമുടക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ധർമ്മശാലയിൽ ഒരു പൊതുപരിപാടിക്ക് എത്തിയതായിരുന്നു മുഖ്യമന്ത്രി. അവിടെ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് ഹൗൾ ചെയ്യുകയായിരുന്നു. എന്നാൽ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് മൈക്ക് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പ്രശ്നക്കാരനായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി കോപിഷ്ഠനായിക്കൊണ്ട് ഒരുപക്ഷെ മൈക്ക് സെറ്റുകാരനെ രൂക്ഷമായിട്ട് നോക്കും, അല്ല എന്നുണ്ടെങ്കിൽ സംഘാടകരെ വിളിക്കും, മൈക്ക് സെറ്റ് ശരിയാക്കാൻ പറയും. അത്തരത്തിൽ പല പ്രശ്നങ്ങളും മുഖ്യമന്ത്രി ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇന്നലെ കണ്ണൂരിൽ ധർമ്മശാലയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി വളരെ ഹാസ്യദ്യോതകമായാണ് മൈക്ക് ഹൗൾ ചെയ്തപ്പോൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. അത് വലിയൊരു മാറ്റം തന്നെയാണ് മുഖ്യമന്ത്രിയെ കണ്ട ആളുകൾ, കേട്ട ആളുകൾ വിലയിരുത്തിയത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി അസഹിഷ്ണുതയോടുകൂടിയാണ് മൈക്ക് സെറ്റ് ഏതെങ്കിലും തരത്തിൽ ഹൗൾ ചെയ്താൽ പെരുമാറാറുള്ളത് അല്ലെങ്കിൽ സംസാരിക്കാറുള്ളത്. പക്ഷേ ധർമ്മശാലയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ മൈക്ക് ഹൗൾ ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, ഇതിപ്പോൾ എന്നെ കാണുമ്പോൾ മൈക്കിനൊരു കളിയാണ്, ഈ കളി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എന്നാണ് മുഖ്യമന്ത്രി വളരെ ഹാസ്യദ്യോതകമായി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഈ ഫലിതം കേട്ട് സദസ്സിലുണ്ടായിരുന്നവരും വേദിയിലുണ്ടായിരുന്നവരെല്ലാവരും ചിരിക്കുന്ന കാഴ്ചയും നാം കണ്ടിരുന്നു. മുഖ്യമന്ത്രി സാധാരണഗതിയിൽ അങ്ങനെ പ്രതികരിക്കാറില്ല. എന്തായാലും ആ മൈക്ക് സെറ്റുകാരന്റെ ഭാഗ്യം എന്ന് വേണം പറയാൻ. അല്ല എന്നുണ്ടെങ്കിൽ പോലീസ് മൈക്ക് സെറ്റുകാരനെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമായിരുന്നു. ഒരുപക്ഷെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയം ആയതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ആരെയും മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് കിട്ടാവുന്ന വോട്ടുകൾ ഇനി കളയണ്ട എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല. അതോ കഴിഞ്ഞ കുറെ നാളുകളിലെ അനുഭവം കൊണ്ട് മുഖ്യമന്ത്രി അതിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നാണോ എന്നറിയില്ല. എന്തായാലും കണ്ണൂരിലെ ധർമ്മശാലയിൽ മുഖ്യമന്ത്രി വളരെ പക്വതയോടുകൂടി തന്നെയാണ് മൈക്ക് സെറ്റ് ഹൗൾ ചെയ്തപ്പോൾ പെരുമാറിയത്. വളരെ ഹാസ്യാത്മകമായി തന്നെയാണ്, നേരം പോക്കായി തന്നെയാണ് അത് മുഖ്യമന്ത്രി കണക്കിലെടുത്തത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിപത്ത് അവിടെ ഒഴിവായി എന്നുള്ളതാണ് മൈക്ക് സെറ്റുകാരനെ അറിയാവുന്ന ആളുകളും കരുതിയത്. എന്തായാലും മുഖ്യമന്ത്രി കണ്ണൂരിൽ ധർമ്മശാലയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഹൗൾ ചെയ്ത മൈക്കും അവിടെ മൈക്ക് ഹൗൾ ചെയ്തപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നുള്ളതും നമുക്കൊന്ന് കാണാം. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, മാധ്യമ പുരസ്കാരം, ലൈഫ് മിഷൻ പുരസ്കാരം. ഇത്തവണത്തെ മൈക്ക്
മൈക്ക് സാധാരണ ഞാൻ ഉണ്ടാകുമ്പോൾ കളിക്കുന്ന കളിയാണ് അത്. നേരത്തെ തന്നെ തുടങ്ങിയതാണ്. ഇത്തവണത്തെ തദ്ദേശ ദിനാഘോഷം വലിയ അഭിമാനത്തോടെയാണ് നാം എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നത്. വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതിന് കാരണം നമ്മുടെ നാട് കഴിഞ്ഞ നവംബർ 1 അതിദാരിദ്ര്യമുക്തമായി.